ിലേക്ക് എത്തുന്ന സമയത്ത് മർക്കസിലേക്ക് വന്നതിന്റെ ശേഷം അതിന് സനത് ഉണ്ടാകുന്ന പറഞ്ഞാല് അത് ആളുകളെ മുമ്പിലാകെ എന്താ പറയണ്ടേ? അപ്പൊ ഇത് മജീദ് മൊയ്ലാർ ഒറ്റ, ഞാനിപ്പോ ഇന്നലെ ഇവിടെ ഒരാളുണ്ട്, നിങ്ങളിപ്പോ വിശ്വസിക്കുന്ന ഇത് മജീദ് മൊയ്ലാർ ഒറ്റ കൈയാണ് ഇതിന്റെ പിന്നിൽ നിന്നാ? അതായത് മജീദ് മൊയ്ലാരുടെ കൈയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്താ പറയാ, തീരുമാനം ചെയ്തിട്ട് നടത്തുന്ന കാര്യങ്ങള് ഉസ്താദിന് അത് അറിയുന്നോണ്ടാണ് ഇയാൾ ഏതെങ്കിലും അത് ഒഫീസ് ഉണ്ടാക്കുന്നുള്ള ആൾക്കാർ തന്നെ അയാളോട് പറഞ്ഞിട്ടുണ്ടാവുക. ഇതിൽ മറ്റേ ഈ ചുള്ളിക്കോട് അല്ലെങ്കിൽ മറ്റേ അബ്ദുൽ ഹക്കീം അസേരി ഇവരൊന്നും ഇതിൽ പങ്കൊന്നുമില്ല? ചുള്ളിക്കോടിനോട് ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കലും ഈ സംഭവം. കാരണം എനിക്ക് ഇതില് വളരെ അമർഷം ഉണ്ടായിരുന്നു ഈ വിഷയത്തില്. അപ്പൊ ഞാൻ സത്യത്തില് ഞാനിപ്പോ മർക്കസിനെതിരൊന്നുമല്ല. അപ്പൊ ഞാന് തമ്മിൽ ഭേദം എന്നുള്ള ആൾക്കാർക്ക് നമ്മളെ ഗ്രൂപ്പ് തമ്മിൽ ഭേദം എന്ന് പറയാത്രേ ഉള്ളൂ. അതേസമയം നമ്മൾ ഈ വ്യാജ തരീഖത്തുകൾക്കെതിരെ എല്ലാ തരീഖത്തിനെ കുറിച്ചും എതിരെ സംസാരിക്കുക, ഇങ്ങനെയുള്ള ആത്മീയമായ വിഷയങ്ങളിൽ പേരോടും അതുപോലെ പൊന്മുളസ്താദൊക്കെ സംസാരിക്കുന്ന രീതിയോടൊന്നും താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ സംഘടനാ പ്രവർത്തനവും മർക്കസൊക്കെ മടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് മർക്കസിന് രക്ഷപ്പെടുന്നത്. ഒരുപാട് ദുആ ചെയ്തിട്ട് കിട്ടിയതാണ് മുത്തത്താനുള്ള. ഒരിക്കലും ഇനി മർക്കസിൽ ജോലി ചെയ്യാൻ ഇടവരരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. അല്ല, നിങ്ങൾ ചുള്ളിക്കോട് ഉസ്താദിനോട് പറഞ്ഞപ്പോ മൂപ്പരെന്താ പറഞ്ഞത്? ചുള്ളിക്കോട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്, സംഭവം മജീദിലെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ മൂപ്പര് എന്താ പറഞ്ഞെന്നറിയോ? ഒരു കോപ്പി മജീദിലോട് എനിക്കും തരാൻ പറയും. എന്നോടും പല ആളുകളും ശ്രമിച്ചു വയ്ക്കാറുണ്ട്, അപ്പൊ കാണിച്ചു കൊടുക്കാമല്ലോ. നിങ്ങളതൊന്നും ആരോടും മുണ്ടാൻ നിൽക്കണ്ട, നിങ്ങളത് ആരോടും പറയണ്ട എന്ന് പറയും. വേറെ അബ്ദുൽ ഹക്കീമോ? അബ്ദുൽ ഹക്കീമിനോട് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാല് വേറെ നെല്ലിക്കുത്തുസ്താദ് അബ്ദുൽ ഹക്കീം ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടും. നെല്ലിക്കുത്തുസ്താദ് അറിയത്? നെല്ലിക്കുത്തുസ്താദിനോടും ഞാൻ സംസാരിക്കാറില്ല. നെല്ലിക്കുത്തുസ്താദ് നേരത്തെ തന്നെ വിശ്വസിക്കാത്ത ഇസാറെ മുബാറക്ക് വിശ്വസിക്കാത്ത ആളായിരുന്നു. ഏത് പിന്നെ ഈ ആദ്യം കൊണ്ടുവന്നതാ? അത് ഒറിജിനലാണെന്ന്. അല്ല, നിങ്ങള് നേരിട്ട് നോക്കിയ അതിന് സമയത്ത് നിഴലോ കാര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾ നോക്കിയിരുന്നത്? ഞാൻ അങ്ങനെ വിശദമായിട്ട് നോക്കിയിട്ടില്ല. ഞാൻ പ്രദർശിപ്പിക്കുന്ന ആ കൂട്ടത്തിൽ ഇങ്ങനെ പോയി കാണാന്നല്ലാതെ. അപ്പൊ നിങ്ങളിപ്പോ ആകെ ചുള്ളിക്കോട് ഉസ്താദിനോട് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളൂ? ഞാൻ ചുള്ളിക്കോട് ഉസ്താദിനോട് സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ എന്താ അറിയോ, പിന്നെ ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട്. മർക്കസിലെ ആഭ്യന്തര കാര്യങ്ങള് അതിൽപ്പെട്ട ആളുകളാണ് ഇപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ. ഞാന്, മജീദ് വലേര്, കൊഴിമണ്ണ മുഹമ്മദ് സക്കാഫി, നൂറുദ്ദീൻ സക്കാഫി, ജാഫർ സാദി, മലയമ്മ. ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഷെയർ മുബാറക്കാന്ന് പറയാൻ അതിന് സെനദിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. തീർച്ചയായും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ പിന്നെ ഈ 45 ആളുകൾ നാളെ മത്സരയിൽ നമുക്കിതിരെ സാക്ഷി എന്നാൽ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങളെന്താ ചെയ്യാന്നല്ലേ നമ്മളെന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത് പ്രത്യേകിച്ച് ഇൽമുള്ള ആളുകളാകുമ്പോ ആ വിഷയത്തിൽ ആഖിറത്തെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത ഉള്ള പ്രവർത്തനം ചെയ്യണ്ടല്ലേ? മകനെ ഇൽമുള്ള ആളുകൾക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൽമുള്ള ആളുകൾക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അന്ന് ഉസ്താദിനോട് ഇത് തുറന്ന് പറയേണ്ടിയിരുന്നു. അതായത് പല വിഷയങ്ങളും മർക്കസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പറയാൻ കഴിയില്ല. ഒന്നാമത്തെ ചിലപ്പോ നമ്മളൊക്കെ പള്ളപ്രശ്നം ഇതൊക്കെ ഉണ്ട്. ഞാനെന്ന് പറഞ്ഞാല് അന്ന് മർക്കസില് കാഫികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ശമ്പളമൊന്നും പുറത്തു പോയാൽ കിട്ടില്ല. അപ്പൊ ആത്മാർത്ഥം ഇല്ലാത്ത അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യായിരുന്നു. പിന്നെ പേരും നോക്കും വേണ്ടി എപ്പിസാന്റെ സെക്രട്ടറിയാണ് അവിടെ അനിതാന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെയാണ്. അതിനൊക്കെ മടുത്തു. പല സംഗതികളും ഇങ്ങനെ തന്നെയാണ്. അതായത് കൃത്രിമമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയോ പല വിഷയങ്ങളും ഉസ്താദിന്റെ ഒപ്പിടുന്ന ചില ആളുകൾ മർക്കത്തുണ്ട്. അത് നിങ്ങൾക്ക് അറിയോ? ഉസ്താദിന്റെ സിഗ്നേച്ചർ ചെയ്യുന്ന വിദഗ്ധന്മാരുണ്ട് മർക്കസില്, 4-5 പേര്.
പല കാര്യത്തിനും അവർ ഒപ്പിട്ടിട്ടാണ് പല സംഗതികളും ഒക്കെ ഉസ്താദിനെ അറിയുന്നതാണ്. അപ്പൊ ഉസ്താദിന് ഏതായാലും വ്യക്തമായിട്ട് ഇത് ഈ മുഫസ്സലായ സാധനം ഉണ്ടാക്കിയതാന്ന് ഉസ്താദിനും എ പി ഉസ്താദിനും അറിയാന്ന് നിങ്ങൾ പറയുന്നത്? തീർച്ചയായും. കാരണം ഉസ്താദ് അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുകയും 1-2 പ്രാവശ്യം ആരിഫ് ബർക്കാത്തിയെ വിളിച്ചു വരുത്തുകയും ആരിഫ് ബർക്കാത്തി കുറെ അങ്ങോട്ട് കൊണ്ട് ഓടൊക്കെ ചെയ്തിട്ട് കിട്ടായിരുന്നതാണെന്നുള്ളത് ഉസ്താദിന് അറിയുന്നതാണ്. അല്ല, അപ്പൊ ആരിഫ് ബർക്കാത്തി അവരറിയോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയവരോ? ആരിഫ് ബർക്കാത്തി അറിയില്ല. മറ്റേ ഇക്ബാലിനറിയോ? അയാൾക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ ആ വിഷയം എന്തുകൊണ്ട് ചിന്തിച്ചില്ല? എന്തെങ്കിലും ഇവരാരെങ്കിലും ഓരോരുത്തർ ഡയറക്റ്റ് പോയിട്ട് സനദങ്ങൾ കൊടുത്തിരുന്നോന്ന് ചോദിച്ചാല് എന്താ പറയേ? അതിന് മാത്രമല്ല ആ വഴിക്കൊന്നും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ആരും ചിന്തിക്കാറില്ല. പല വിഷയങ്ങളും ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മർക്കസില് കമാലിയ പ്രശ്നം ഉസ്താദും ഹക്കീമൊക്കെ ചെയ്ത അബദ്ധമല്ലേ? അബദ്ധത്തിന്റെ ഫലമായിട്ടുള്ള കമാലിയ മെഡിക്കൽ കോളേജ് പ്രശ്നം ഉണ്ടായത്. അങ്ങനെ അബദ്ധങ്ങൾ ഒരുപാട് വരാറുണ്ട്. അതായത് അതൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് വോട്ടടക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും, വരും വരായികൾ ആലോചിക്കാതെ. ഇത് പൊന്മള ഉസ്താദ് പേരോട് ഉസ്താദ് വിഷയം അറിയോ? പൊന്മള ഉസ്താദിന് അറിയാൻ കഴിയില്ല, ഉസ്താദിനും അറിയാൻ കഴിയില്ല, അതൊന്നും അറിയില്ല. പിന്നെ അതിന്റെ കീഴിലുള്ള മാളിയേക്കൽ അതുപോലുള്ള ആരെങ്കിലും ഈ വിഷയം വേറെ ആരെങ്കിലും അറിയോ? അവർക്കൊന്നും അറിയാൻ സാധ്യമല്ല. അപ്പൊ ഈ ആളുകൾക്കൊന്നും അറിയാൻ സാധ്യത. ഈ ഓഫീസിന്റെ ഉള്ളിലുള്ള ആളുകൾ മാത്രം അറിയുന്ന ഒരു പരിപാടിയാണിത്. ഓഫീസിലെ മറ്റേ മുസ്ലിം സെക്ഷനിലുള്ള ആളുകൾക്ക്, മറ്റേ അക്കൗണ്ടിംഗ് സെക്ഷനിലും മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊന്നും അറിയില്ല. ചുള്ളിക്കോട് ഉസ്താദിന് വ്യക്തമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ചുള്ളിക്കോട് DTP-യിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം. ഒരുപാട് ഇങ്ങനെ കൃത്യമായിട്ട് പലതും ഉണ്ടാക്കാറും ചെയ്യാറൊക്കെ ഉണ്ടെന്നുള്ളത് തീർച്ചയായും DTP-യിൽ ജോലി ചെയ്യുന്ന ആളുകൾ. ഇത് ഒരാള് രണ്ടാളല്ല, 45 ആളുകളെ നമ്മള് പിന്നെ ഈ വിഷയത്തിൽ നമ്മൾ ഭയന്നില്ല എന്ന് പറയുന്ന ഒരു ചെറിയ വിഷയമല്ല. തീർച്ചയായും അതിന്റെ അതായത് നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ആ ഹദീസിന്റെ വെളിച്ചത്തില് എന്റെ പേരിൽ കളവ് പറഞ്ഞാല് അവന് നിങ്ങളറിയോ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ഒരുപാട് മുഅ്മിനീങ്ങള് ഹക്കാണ് എന്നുള്ള നിലയിൽ പിന്നെ എന്തും ഓരോരുത്തർ ദുആ ചെയ്യുന്ന സമയത്ത് പഠിച്ചോനെ എന്റെ 10 വർഷം എടുത്തിട്ട് എ പി ഉസ്താദിന് കൊടുക്കണം, എന്റെ 10 വർഷം ആയുസ് എടുത്തിട്ട് പിന്നെ നമ്മുടെ പണ്ഡിതന്മാർക്ക് കൊടുക്കണം എന്ന് ദുആ ചെയ്യുന്ന എത്രയോ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൊടും ചതി അവരോട് മുഴുവനല്ലേ ചെയ്തിട്ടുള്ളത്? തീർച്ചയായും അങ്ങനെ ഒരു ചതി മാത്രമല്ല, ഒരുപാട് ചതികൾ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യ പഠിച്ചോനെ? ഇത് ജനങ്ങൾ ആലോചിച്ചൊക്കെ, ജനങ്ങൾ അറിഞ്ഞ ഒരു കുട്ടി പിന്നിലുണ്ടാവോ ഇത് അറിഞ്ഞതിന് ശേഷം? ജനങ്ങൾ വിശ്വസിക്കൂല എന്നുള്ളതാണ് ഒരു വിഷയം. ആര് ജനങ്ങൾ അതിന്റെ മറുവശം പറയുന്നത് ഞാൻ അതിന്റെ വെറും ഭൗതികമായ വശം രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ സംസാരിക്കണം ഇപ്പൊ കേട്ടോ. അതായത് നമ്മുടെ ആളുകള് പൊതുജനം എന്ന് പറയുന്നത് കഴുതയാണ്. നമ്മളെ ആലിമീങ്ങളും നമ്മുടെ ഗ്രൂപ്പിലുള്ള ആലിമീങ്ങളും ഒരുവിധം ആളുകളൊക്കെ ആ വിഷയത്തിൽ കഴുതകളാണ്. ഉസ്താദ് എന്ത് പറഞ്ഞാലും അത് അണ്ണാക്ക് തൊടാതെ വീഴുന്നതാണ്. ഉസ്താദ് ഉലമാ സമ്മേളനത്തിന് അത് വായിച്ചു കേട്ടപ്പോ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് കരഞ്ഞതാ. ഉസ്താദ് അങ്ങ് പിന്നെ കാതിരി എന്ന് വെച്ചിട്ടുള്ള സനത് വായിച്ചപ്പോ ശരൺ മുബാറക്കിന്റെ സനതായിട്ട് ഞാൻ ഉസ്താദ് എന്ത് അബദ്ധാണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഒരുപാട് അന്ന് ഈ ഹസ്രജി വന്നിട്ട് ആ സനത് കൊടുത്തപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഹസ്രജി വായിച്ച സനതായിരിക്കും വിചാരിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഈ വ്യാജമായ സനത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയ നല്ല സനത് അതെ ലക്ഷക്കണക്കിന് ആളുകളെ മുമ്പിലാണല്ലോ കൊടുത്തത്. അതിന് മാത്രമേ സന്നദ്ധാവുള്ളൂ. ഇല്ല ഹസ്രജി ഉസ്താദിന് കൊടുത്തു എന്നുള്ളതിന് മാത്രമേ അത് സന്നദ്ധാവുള്ളൂ. അല്ലല്ല അത് അത്രയാവുള്ളൂ. പക്ഷെ അത് ഹസ്രജി കൊടുത്തൊരു കാര്യം, ഇതല്ലല്ലോ, ഇത് ഉണ്ടാക്കിയൊരു കാര്യമാണല്ലോ വരുന്നത്. തീർച്ചയായും
ഖദ്റജ് കൊടുത്താലും സനദില്ലേ, വിശദമായ സനദില്ല. നിങ്ങളിപ്പോ ഞാനിപ്പോ പറഞ്ഞപ്പോഴും മാത്രമാണ് ഇത് അറിയുന്നത് നിങ്ങൾ വിവരം. തീർച്ചയായും.